വിഗ്രഹത്തിന്റെ കാര്യം എന്തായി? അത് കുറച്ച് പ്രശ്നത്തില. എന്ത് പ്രശ്നം? വിഗ്രഹം ഇവിടെ ഇപ്പൊ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്കതൊന്നും അറിയണ്ട. വിഗ്രഹം എനിക്ക് എത്രയും പെട്ടെന്ന് കിട്ടിയേ പറ്റൂ. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യാനും മടിക്കില്ല. വീട്ടിലെല്ലാവരും ആ വിഗ്രഹം കണ്ടു. ഇനി പെട്ടെന്ന് എനിക്കത് എടുത്തോണ്ട് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഏയ്, ഒരു എക്സ്ക്യൂസും വേണ്ട. വിഗ്രഹം തിരികെ കിട്ടാൻ നിന്റെ കുടുംബത്തിലുള്ളവരെ മൊത്തം കൊല്ലേണ്ടി വന്നാലും എനിക്കതൊരു പ്രശ്നമല്ല. എനിക്ക് കുറച്ച് സമയം താ, ഞാൻ എങ്ങനെയെങ്കിലും കൊണ്ടത് എത്തിച്ചോളാം. ഒന്നും അറിയാത്ത പോലെ സംസാരിക്കരുത് പൃഥ്വി. നമ്മുടെ കയ്യിലില്ലാത്തതേ സമയം മാത്രമാ. എത്രയും പെട്ടെന്ന് വിഗ്രഹം അയച്ചേ പറ്റൂ. ഇന്നലെ രാത്രി അത് ഷിപ്പ് ചെയ്യേണ്ടതായിരുന്നു, നിനക്കറിയാവുന്നതല്ലേ. ഇനിയും ലേറ്റായാലേ അത് ഞാൻ പലരോടും ആൻസർ ചെയ്യേണ്ടി വരും. ഞാൻ എന്റെ പരമാവധി എത്രയും പെട്ടെന്ന് കൊണ്ടെത്തിക്കാം. വെറുതെ പറഞ്ഞാ പോരാ, കാര്യം നടക്കണം. ആ ശരി. ചിലപ്പോ സംഭവിച്ചതൊക്കെ മറ്റൊരു രീതിയിൽ തോന്നുന്നതാവാനും സാധ്യതയുണ്ട്. എന്തായാലും സത്യത്തിൽ എന്താ സംഭവിച്ചെന്നറിയാൻ ഒരു വഴി ഇപ്പൊ നമ്മുടെ മുന്നിലില്ല. നിങ്ങൾ ഇപ്പോഴും വിഗ്രഹത്തിന്റെ കാര്യം തന്നെ സംസാരിച്ചോണ്ട് നിൽക്കുവാണോ? അതിനി തിരുമേനി വന്ന് നോക്കട്ടെ. ചിലപ്പോ കുടുംബക്ഷേത്രത്തിലെ വിഗ്രഹം ഇവിടേക്ക് തിരിച്ചു വന്നോണെന്ന് നമുക്കറിയില്ലല്ലോ. നളിനി ചേച്ചി പറഞ്ഞതുപോലെ ഈശ്വര കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിയോ ബോധവോ ഇവിടെ ഉള്ള ആർക്കും ഇല്ലല്ലോ. അല്ല ചേട്ടൻ ഇതെങ്ങോട്ടാ? ഞാനേ ഒന്ന് ഫാം ഹൗസിൽ പോയിട്ട് വരാം. അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാനുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ വിഗ്രഹത്തിന്റെ കാര്യം എനിക്കെന്തോ അത്ഭുതം പോലെ തോന്നുന്നു. പിന്നെ ഇതിന്റെ വിശേഷങ്ങൾ എന്താന്ന് തിരുമേനി വന്ന ശേഷം എന്നെ കൂടി ഒന്ന് വിളിച്ചറിയിക്കണേ. അതൊക്കെ ചന്ദ്രമതി കൃത്യമായിട്ട് വിളിച്ചറിയിച്ചോളൂ, അല്ലേ ചന്ദ്രമതി? ഞാൻ വിളിച്ചോളാം. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ശരി. ദുർഗ, കിരൺ, ബൈ. ബൈ. ഹലോ അഷിത, പൂർണിമയ്ക്ക് പണി കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം പറയാനാ ഞാനിപ്പോ വിളിച്ചേ. എന്താ കാര്യം? ഏതാണ്ട് ഇതേപോലത്തെ വേഷമാണ് ഇട്ടിരുന്നത്. ഇനി ഈ ബെഡ്റൂമിൽ ഈ വിഗ്രഹം വെക്കണ്ട. എന്നിട്ട് ആ വിഗ്രഹം ഇപ്പൊ ഇന്ദ്രപ്രസ്ഥത്തിൽ തന്നെ ഉണ്ടോ? അതെ. കുടുംബക്ഷേത്രത്തിലെ പൂജാരി വരുന്നത് വരെ ഇവിടെ വെക്കാനാ പൂർണിമയുടെ തീരുമാനം. നന്നായി. ഇത് പൂർണിമ സ്വന്തം കുഴി സ്വയം കുഴിച്ചത് തന്നെയാ. അതെ. താരുടനെ തന്നെ പോലീസിനെ കൂട്ടി ഇവിടെ വന്ന് വിഗ്രഹം പിടിച്ചെടുക്കണം. അങ്ങനെ ചെയ്ത പൂർണിമയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെയായിരിക്കും ഇത്. മനസ്സിലായി. നീ ഇപ്പൊ ഇത് വിളിച്ചു പറഞ്ഞതുകൊണ്ട് നമുക്ക് പൂർണിമയെ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്താം. അവളുടെ അഹങ്കാരം തീർക്കാൻ ഇതിലും നല്ലൊരു അവസരം ഇനി നമുക്ക് കിട്ടില്ല. അഷിത ധൈര്യമായിട്ടിരുന്നോ. നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത പൂർണിമയെ ഞാൻ നിനക്ക് കാണിച്ചു തരാം. എനിക്കും അത് തന്നെയാ വേണ്ടത്. പല തവണ പല രീതിയിൽ അവരെന്നെ അപമാനിച്ചു. എല്ലാത്തിനും കൂടിയുള്ള ശിക്ഷ ആ സ്ത്രീ ഒരുമിച്ച് അനുഭവിക്കണം. അത് ഞാൻ ഏറ്റു. എടി, സാമുവലിന്റെ നീക്കങ്ങള് വളരെ ക്ലോസ് ആയി തന്നെ വാച്ച് ചെയ്യുന്നു. അയാൾ വിഗ്രഹങ്ങൾ എടുക്കുകയോ എവിടേക്കെങ്കിലും മാറ്റാൻ ശ്രമിക്കുകയോ ചെയ്താൽ അപ്പോ തന്നെ അയാളെ അറസ്റ്റ് ചെയ്തിരിക്കും. സർ, അഞ്ചാമത്തെ വിഗ്രഹം കയ്യിൽ കിട്ടാത്ത സ്ഥിതിക്ക് മറ്റു വിഗ്രഹങ്ങൾ എടുക്കാനോ എവിടേക്കെങ്കിലും അയക്കാനോ ഉള്ള സാധ്യതയുണ്ടെന്ന് തോന്നില്ല. അതൊന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. സേഫ് കിട്ടിയത് അയക്കാൻ താമസിക്കുന്നത്
റിസ്ക് ആണെന്ന് അവർക്ക് തോന്നിയാൽ അവരത് ഉടനെ തന്നെ ഷിപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. സാറ് പറയുന്നതിലും കാര്യമുണ്ട്. പക്ഷേ അവരെങ്ങനെ ഷിപ്പ് ചെയ്യാൻ ശ്രമിച്ചാലും അത് നമ്മൾ ചിന്തിക്കുന്ന രീതിയിലൊന്നും ആവില്ല. കാരണം നമ്മൾ അവരുടെ പിന്നാലെ ഉണ്ടെന്ന് അവർക്കറിയാം. അതുകൊണ്ട് കപ്പല് പുറപ്പെട്ടതിനു ശേഷം ചെറിയ ബോട്ടിലോ മറ്റോ വിഗ്രഹങ്ങൾ പുറംകടലിൽ എത്തിച്ച് ഷിപ്പിൽ കയറ്റിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ജേഡി പറഞ്ഞതും ഒരു വലിയ സാധ്യതയാണ്. ഉം, ആ വഴിക്കുള്ള നീക്കങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായ മുൻകരുതലുകൾ എടുക്കാം. ഓക്കെ സാർ. അല്ല ജഡി, അപ്പൊ അവിടെ കിട്ടിയിരിക്കുന്ന വിഗ്രഹം എന്ത് ചെയ്യാനാണ് പ്ലാൻ? തൽക്കാലം ആ വിഗ്രഹം നമുക്കൊരു ബെയ്റ്റായി യൂസ് ചെയ്യാം. മെയിനോണിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരു നീക്കം പൃഥ്വിയിൽ നിന്നുണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ ജഡി, നമുക്ക് നോക്കാം. എന്തായാലും ഇത്തവണ നമ്മുടെ വലയിൽ അയാൾ വീഴുവെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഓക്കെ സാർ. പിന്നെ അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നീക്കം ഉണ്ടായാൽ ഉടനെ തന്നെ എന്നെ അത് അപ്ഡേറ്റ് ചെയ്തിരിക്കും. ഓക്കെ സാർ. ഓക്കെ ജഡി.